ഹലോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് താഴെ തന്നിട്ടുള്ള കുറച്ച് പ്രസ്താവനകളുണ്ട്. അതിൽ ശരിയാണോ തെറ്റാണോ, അതായത് മാത്സിലും എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും. അപ്പൊ തന്നിട്ടുള്ള ഇതാണ് 220 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു വൃത്തത്തിന്റെ പരിധിയും ഒരു ചതുരത്തിന്റെ പരിധിയുടെ പരിധി എന്താണ് തുല്യമാണ്. ചതുരത്തിന്റെ പരിധി 50 സെന്റിമീറ്റർ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ എന്തൊക്കെയാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ആദ്യം തന്നെ തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ ആണെന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പൊ 220 ഈക്വൽ ടു എന്താണ്, 2πr ഈക്വൽ ആയിരിക്കും അല്ലെ. 220 ഈക്വൽ ടു 2πr ഈക്വൽ ആയിരിക്കും. അപ്പം ഇവിടെ ഞാൻ ഈ 220 കട്ട് ചെയ്യുമ്പോൾ എത്ര 110 വരും. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 110/π ആയിരിക്കും വരിക. 110 എന്ന് പറയുമ്പം പൈ എന്ന് പറയുമ്പം 110 × 22/7 ആണ്. പൈന്റെ വാല്യൂ ഞാൻ എഴുതാൻ എന്താണ് 22/7 ആണ്. ഇപ്പൊ 110/22/7 എന്ന് പറയുമ്പോൾ ഇതിനെ എന്താ ചെയ്യുക, വിൽക്രമം വയ്ക്കുക, 7/22 ആക്കാന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരുന്നതാ. അപ്പം ഇവിടെ 22 5 അല്ലേ, 5 22 110 വരെ. അപ്പം റേഡിയസ് എന്ന് പറയുന്നത് 35 സെന്റിമീറ്റർ ആണ് വരിക. 35 സെന്റിമീറ്റർ ആണ് വരിക, അല്ലാണ്ട് വൃത്തത്തിന്റെ ആരം 70 സെന്റിമീറ്റർ അല്ല. അപ്പൊ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഇവിടെ 1ഉം 2ഉം തെറ്റാണ്. അപ്പൊ ഇതിന് ചാൻസ് ഉണ്ട് 1 തെറ്റ് 2 ശരിയാണ്. അപ്പം ബിക്കും ചാൻസ് ഉണ്ട് 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. അത് സിയും ഡിയും എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായി. അടുത്ത എന്താണ്, ചതുരത്തിന്റെ നീളം 77 സെന്റിമീറ്റർ എന്നതാണ് 50 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പം 50/4 ചെയ്യുമ്പോൾ എത്രയാണ് വരിക, 50/4 ചെയ്യുമ്പം 12.5 ആണ് വരിക, 12.5 ആണ് വരിക. അപ്പം രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്, തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആണ് ശരി. സോ ബൈ.